ആഗ്രഹിക്കുന്നു. എട്ടാമത്തെ അധ്യായം ഒരു ന്യായവിധിയുടെ അധ്യായം മാത്രമല്ല, ഇസ്രായേലിന്റെ പാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായം കൂടെയാണ് എട്ടാമത്തെ അധ്യായം. ആ എട്ടാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിന്റെ 7 വിധ പാപപ്രവർത്തികൾ നമുക്ക് കാണാം. എട്ടാം അധ്യായത്തിൽ, ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ 7 വിധമായ പാപപ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 8:4 എളിയവനെ പണത്തിന് വിറ്റ് കളഞ്ഞു. 8:4 എളിയവനെ പണത്തിന് വിറ്റ് കളഞ്ഞു. 2 ദരിദ്രനെ ഒരു ജോഡി ചെരുപ്പിന് വിറ്റ് കളഞ്ഞു. 8:4 ദരിദ്രനെ ഒരു ജോഡി ചെരുപ്പിന് വിറ്റ് കളഞ്ഞു. ഞാൻ പിന്നീട് അത് വിശദീകരിക്കാം. അടുത്തത്, ദ്രവ്യാഗ്രഹത്തിന്റെ പേരിൽ അമാവാസിയും ശബത്തും പാലിക്കാതെയിരുന്നു. ദ്രവ്യാഗ്രഹത്തിന്റെ പേരിൽ അമാവാസിയും ശബത്തും പാലിക്കാതിരുന്നു. 8:5 അടുത്തത്, ഏഫ ചെറുതാക്കി. 8:4 അടുത്തത്, ഷേക്കൽ വലുതാക്കി. ഏഫ ചെറുതാക്കി. 8:4 അടുത്തത്, ഷേക്കൽ വലുതാക്കി. അതും 8:4 തന്നെയാണ്. അടുത്തത്, കോതമ്പിന് പകരം അതിര് വിറ്റു. കോതമ്പിന് പകരം അതിര് വിറ്റു. 8:5 അടുത്തത്, ദരിദ്രനെ വിഴുങ്ങുവാനും സാധുക്കളെ ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ചു. ദരിദ്രനെ വിഴുങ്ങുവാനും സാധുക്കളെ ഇല്ലാതെയാക്കുവാനും ശ്രമിച്ചു. 8:6 ഈ 7 വിധ പാപങ്ങളാണ് 8-ാമത്തെ അധ്യായത്തിൽ, ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന പാപപ്രവൃത്തികൾ. ഒന്നും കൂടെ ഞാൻ പറയാം. 1, എളിയവനെ പണത്തിന് വിറ്റ് കളഞ്ഞു. ഒന്നുകൂടെ പറയാം, എളിയവനെ പണത്തിന് വിറ്റ് കളഞ്ഞു. തങ്ങളിൽ പാവങ്ങളെ അല്ലെങ്കിൽ ചിലരെ അടിമകളായിട്ട് കിട്ടുന്ന പണത്തിന് വളരെ പാവപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരെ ഇസ്രായേൽ എന്ത് ചെയ്തു? വിറ്റ് കളഞ്ഞു. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. 8:4 എന്താ നമ്മൾ വായിക്കുന്നത്? ഒന്ന് നോക്കിയിട്ടങ്ങ് പോയാലോ? 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞങ്ങൾ ഏഫയെ കുറിച്ച് ഷേക്കലിനെ വലുതാക്കി കള്ളത്തുലാസ് കൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ട് ചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും. നോക്കൂ, അപ്പൊ ഈ 2 വാക്യങ്ങളിൽ, 2-3 വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ മുഴുവൻ സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ നമ്മൾ എഴുതിയത്? 1, എളിയവനെ പണത്തിന് വിറ്റ് കളഞ്ഞു. 8:4 2, ദരിദ്രനെ ഒരു ജോഡി ചെരുപ്പിന് വിറ്റ് കളഞ്ഞു. തങ്ങളിൽ ദരിദ്രരായവരെ ഒരു ജോഡി ചെരുപ്പിന് വിറ്റ് കളഞ്ഞു. ശത്രുരാജ്യത്ത് നിന്ന് ഒരു മനോഹരമായ ചെരുപ്പ് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു പാദ സംരക്ഷണം കൊണ്ടുവരുമ്പോൾ, അത് വാങ്ങാൻ ഇവരെന്താ ചെയ്യുക? പാവങ്ങളെ പിടിച്ച് അവരെ അടിമയായിട്ട് വിൽക്കുക. വിറ്റിട്ട് എന്ത് വാങ്ങുന്നു? ചെരുപ്പ് വാങ്ങുന്നു. അപ്പൊ 2ാമത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ദരിദ്രനെ ഒരു ജോഡി ചെരുപ്പിന് വിറ്റ് കളഞ്ഞു. 3ാമത്, ദ്രവ്യാഗ്രഹത്തിന്റെ പേരിൽ അമാവാസിയും ശബത്തും പാലിക്കാതെ ഇരുന്നു. ദ്രവ്യാഗ്രഹത്തിന്റെ പേരിൽ അവരെന്ത് ചെയ്തു? അമാവാസിയും ശബത്തും പാലിക്കാതെ ഇരുന്നു. 8:5 നിങ്ങളെ വാക്യം ശ്രദ്ധിച്ച് 8-ാം അധ്യായത്തിന്റെ
5-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസ്യൻ കോതമ്പ് പീടികം തുറന്നു വയ്ക്കുവാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കിപ്പോ കച്ചവടമാണ് വലിയ കാര്യം. ദൈവം പാലിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ആ ദിവസങ്ങളെ, അല്ലെങ്കിൽ വിശുദ്ധിയോടെ ഭവനങ്ങളിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് പാലിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത വിശേഷ ദിവസങ്ങളൊക്കെ അവരെന്ത് ചെയ്യാണ്? കച്ചവടങ്ങൾക്ക് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ പീടികകൾ തുറന്നു വെക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അടുത്ത് നമ്മൾ എഴുതിയത് ഏഫ ചെറുതാക്കി. ഏഫ ചെറുതാക്കി. എന്താണ് ഏഫ എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിലെ പറ നിങ്ങൾ കണ്ടിട്ടില്ലേ? പഴയ കാലത്തുണ്ടായിരുന്ന പറ, നെല്ല് കളന്നു കൊടുക്കുന്ന പറ, ആ സാധനത്തിനാണ് ഏഫ എന്ന് പറയുന്നത്. അത് അവർ എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്? അത് ചെറുതാക്കി. അപ്പോ ഇന്നലകളിൽ യഥാർത്ഥ പറയിൽ ഒരു പറ കോതമ്പ് ഇത്ര അളവുണ്ടായിരുന്നുവെങ്കിൽ ഇവരെന്ത് ചെയ്തു? ആ പറയുടെ വലിപ്പം അങ്ങ് ചെറുതാക്കി. അപ്പോ ഒരു പറ കോതമ്പിന് 2 വെള്ളിക്കാശ് കൊടുക്കണമെങ്കിൽ ഇന്ന് 2 വെള്ളിക്കാശ് കൊടുക്കുകയും വേണം. പക്ഷേ പറയുടെ അളവ്, അല്ലെങ്കിൽ ഏഫ ചെറുതാക്കിയത് കൊണ്ട് അളവ് വളരെ കുറച്ചുമായിരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊക്കെ നേരത്തെ പച്ചക്കറി വാങ്ങുമ്പോ 100 രൂപയ്ക്ക് നല്ല ഒരു കിറ്റ് കിട്ടുമായിരുന്നു, അല്ലേ? പക്ഷെ ഇന്ന് കിട്ടത്തില്ല. 150 കൊടുത്താലും 100 രൂപയുടെ പച്ചക്കറി പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ എന്നതുപോലെ ഇവിടെ എന്ത് ചെയ്തെന്നറിയാമോ? അവർ ഏഫ അങ്ങ് ചെറുതാക്കി, സാധനം കിട്ടാനില്ല. 8-4. അടുത്തത് എഴുതിയിരിക്കുന്നത് ഷേക്കൽ വലുതാക്കി. 8-4. ഷേക്കൽ എന്ന് പറയുന്നത് തൂക്കത്തെയാണ് കാണിക്കുന്നത്, തൂക്കം. അപ്പൊ കള്ളത്തൂക്കമായി. ഒന്ന്, അവര് ഏഫ ചെറുതാക്കി. രണ്ടാമത്, ജനത്തെ പീഡിപ്പിക്കുന്ന ഇസ്രായേൽ ചെയ്തത് എന്താണ്? കള്ളത്തൂക്കം കൊണ്ടുവന്നു, ഷേക്കൽ വലുതാക്കി. അടുത്ത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് 8-5. കോതമ്പിന് പകരം പതിര് വിറ്റു. എന്താണ് പതിര്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പണ്ട കാലത്തൊക്കെ ഈ നെല്ല് കൊയ്തു കൊണ്ടുവരുമ്പോ ഇങ്ങനെ ഒന്നെങ്കിൽ കാറ്റത്തോ അല്ലെങ്കിൽ ഫാൻ വെച്ചിട്ടോ നെല്ല് ഇങ്ങനെ മുറത്തിൽ കുടഞ്ഞ് താഴേക്കിടും. അപ്പൊ നല്ല നെൽമണികളൊക്കെ നേരെ താഴേക്ക് കളത്തിൽ വീഴും. അകത്തൊന്നും ഇല്ലാത്തതൊക്കെ പതിരെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ദൂരേക്ക് മാറിപ്പോകും. അതൊക്കെ സാധാരണ തീയിലിട്ട് കത്തിച്ചു കളയാനാണ് പതിവ്. എന്നാൽ ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തറിയാമോ? സാധുക്കൾ സാധനം വാങ്ങാൻ വരുമ്പോൾ ഇവർ ഈ പതിരെന്ത് ചെയ്തു? ഇതിനകത്ത് കയറ്റി മിക്സ് ചെയ്ത് കൊടുത്തു. 8-5. അടുത്തത് 7-ാമത്തെ പാപം പറഞ്ഞിരിക്കുന്നത് ദരിദ്രനെ വിഴുങ്ങുവാനും സാധുക്കളെ ഇല്ലാതാക്കുവാനും ശ്രമിച്ചു. ദരിദ്രനെ വിഴുങ്ങുവാനും സാധുക്കളെ ഇല്ലാതാക്കുവാനും ശ്രമിച്ചു. ഇതിനെതിരെയാണ് ദൈവത്തിന്റെ ന്യായവിധി കടന്നു വരുന്നതെന്ന് ആമോസ് ശക്തമായി പ്രവചിച്ചു. അപ്പൊ ആമോസിന്റെ കാലത്ത് ഈ കള്ളത്തൂക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ആരെ പ്രവചിച്ചത്? ആമോസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ച് നമുക്ക് പ്രവേശിക്കാം. ഓബദ്യാവ്. ഈ ഓബദ്യാവ് എന്ന പുസ്തകത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ നമുക്കൊന്ന് എഴുതാം. വിശുദ്ധ വേദപുസ്തകത്തിലെ 31-ാമത്തെ പുസ്തകമാണ് ഓബദ്യാവ്. 1-ാമത്തെ പുസ്തകമാണ് ഓബദ്യാവ്. ആകെ ഒരു അധ്യായം മാത്രമേ ഈ പുസ്തകത്തിനുള്ളൂ, ഒറ്റ അധ്യായം, 21 വാക്യങ്ങൾ. 31-ാമത്തെ വിശുദ്ധ വേദപുസ്തകത്തിലെ 31-ാമത്തെ പുസ്തകം. രണ്ടാമത്
ഒരധ്യായം മാത്രമുള്ള പുസ്തകം. അടുത്തത് 21 വാക്യങ്ങളുള്ള പുസ്തകം. ഇതിനകത്ത് ഒരു കൽപ്പനയാണ് നമുക്ക് കാണാൻ കഴിയുക. കൽപ്പനയായിട്ട് ഒരെണ്ണം മാത്രം. കൽപ്പന 1. 4 ചോദ്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. 4 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ 4. അടുത്തത് മുന്നറിയിപ്പുകൾ, വാണിംഗ്, മുന്നറിയിപ്പുകൾ 30 എണ്ണം. മുന്നറിയിപ്പുകൾ 30. ഇനി പ്രവചനങ്ങൾ 12. പ്രവചനങ്ങൾ 12. അതിൽ നിവൃത്തിയായ പ്രവചനങ്ങൾ 5 എണ്ണം. നിവൃത്തിയായ പ്രവചനങ്ങൾ 5. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 7. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 7. അപ്പോ നിങ്ങൾക്ക് സ്ഥിതിവിവര കണക്കുകൾ ഏകദേശം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ 31-ാമത്തെ പുസ്തകം, ഒരധ്യായം മാത്രം, 21 വാക്യങ്ങൾ, ഒരു കൽപ്പന, 4 ചോദ്യങ്ങൾ, 30 മുന്നറിയിപ്പുകൾ, 12 പ്രവചനങ്ങൾ, അതിൽ 5 പ്രവചനങ്ങൾ നിവൃത്തിയായത്, 7 എണ്ണം നിവൃത്തിയാകാത്തത്. ഇങ്ങനെയാണ് ഇതിന് ചെറുതായിട്ടുള്ള ഒരു സ്ഥിതി വിവര കണക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ എഴുത്ത് എഴുത്തുകാരൻ നമ്മൾ 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന പോലെ ഓബദ്യാവ് എന്ന ഈ പ്രവാചകൻ തന്നെയാണ്. ഈ വാക്യങ്ങളുള്ള ഓബദ്യാവ് പഴയ നിയമത്തിലേക്കും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പുസ്തകമാണ് ഈ ഓബദ്യാവിന്റെ പുസ്തകം. അതിന്റെ എഴുത്തുകാരൻ ആരാണ്? ഈ 1-ന്റെ-1 നമ്മൾ കണ്ടതുപോലെ തന്നെ ഓബദ്യാവ് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ. ഓബദ്യാവ് എന്ന പേരിന് യഹോവയുടെ ദാസൻ അഥവാ യഹോവയെ ആരാധിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമ്മൾ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാന്ന് പറഞ്ഞു. ആരാണ്? ഓബദ്യാവ്. ഈ ഓബദ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവയുടെ ദാസൻ അഥവാ യഹോവയെ ആരാധിക്കുന്നവൻ എന്നാണ്. അതിന്റെ അർത്ഥം. നോക്കുമ്പോ എന്ന പേര് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓബദ്യാവ് എന്ന പേരിൽ രാജാവിന്റെ ദാസനായ ഓബദ്യാവ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആഹാബ് രാജാവിന്റെ ഗൃഹപചാരന്മാരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഓബദ്യാവ് എന്ന പുസ്തകമാണ്. ഈ ഓബദ്യാവ് എന്ന പുസ്തകത്തിൽ അതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എഴുത്തുകാരൻ 1-ന്റെ-1 നമ്മൾ കാണുന്ന പോലെ ഓബദ്യാവ് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പഴയ നിയമ ഭാഗത്ത് പല സ്ഥലങ്ങളിൽ ഓബദ്യാവ് എന്ന പേരുള്ള പലരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായത്തില്, 7-ാം അധ്യായത്തില്, 9-ാം അധ്യായത്തിൽ,
പിന്നെ 8-ാം അധ്യായത്തില് 27-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഓബദ്യാവ് എന്ന പേരുള്ള പലരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടം വേദ പഠിതാക്കൾ പറയുന്നത് ഇത് പ്രവാചകനായ ഓബദ്യാവല്ല, വേറെ ഏതോ ഒരു ഓബദ്യാവാണ് ഈ പുസ്തകം എഴുതിയതെന്നും ചില പഠിപ്പീരുകളുണ്ട്. ഒന്നും കൂടെ പറയാം. ഒന്നിന്റെ പ്രകാരം ഈ പ്രവാചകനായ ഓബദ്യാവ് തന്നെയാണ് ഇത് എഴുതിയതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പഴയ നിയമകാലത്ത് അനേക സ്ഥലങ്ങളിൽ ഓബദ്യാവ് എന്ന പേരുള്ള പലരെയും കാണാൻ കഴിയുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കാം ഈ പ്രവചന ഗ്രന്ഥം എഴുതിയതെന്നും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പേരിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചിന്തിച്ചു. യഹോവയുടെ ദാസൻ അഥവാ യഹോവയെ ആരാധിക്കുന്നവൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ഓബദ്യാവ് എന്ന പേരിന്റെ അർത്ഥം. ഓക്കെ. സഭാപിതാവായ ജെറോം പറയുന്നത് ഈ ഓബദ്യാവിന്റെ ശവകുടീരം ഇസ്രായേലിലെ ശമര്യയിൽ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. സഭാപിതാവായ ജെറോം പറയുന്നത് ഈ ആമോസിന്റെ ശവകുടീരം ഇസ്രായേലിൽ ശമര്യയിൽ കാണപ്പെട്ടു എന്നാണ്. ഈ ഓബദ്യാവിന്റെ ശവകുടീരം ഇസ്രായേലിൽ ശമര്യയിൽ കാണപ്പെട്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ ആമോസിനെ പോലെ യഹൂദയിൽ ജനിച്ച് ഇസ്രായേലിൽ ശുശ്രൂഷിച്ചവനാണ് ഓബദ്യാവ് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഈ ഓബദ്യാവിനെ കുറിച്ച് ജെറോം എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്നത് താൻ യഹൂദയിൽ ജനിച്ചവനാണ്. യഹൂദയിൽ ജനിച്ചിട്ട് ശുശ്രൂഷിച്ചതും താൻ വളർന്നതുമെല്ലാം ഇസ്രായേലിലാണ്. അങ്ങനെയെങ്കിൽ ഈ ആമോസിനെ പോലെ യഹൂദയിൽ ജനിച്ചിട്ട് ഇസ്രായേലിൽ പാർത്ത് പ്രവചിച്ച ഒരാളായിരുന്നു ഓബദ്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. 21 വാക്യങ്ങളും ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ ഏദോമിന്റെ ചരിത്രമൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം, അല്ലെ? ഏദോം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ചുവന്നവൻ എന്നാണ്. ചുമപ്പ് അല്ലെങ്കിൽ ചുവന്നവൻ എന്നാണ് ഏദോം എന്ന വാക്കിന്റെ അർത്ഥം. യാക്കോബിന്റെ സഹോദരനാണ് ഏശാവ്. ഈ ഏശാവിന്റെ മറ്റൊരു പേരാണ് ഏദോം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാലോ, 25-ാം അധ്യായത്തില് യാക്കോബിന്റെ സഹോദരനായിരിക്കുന്ന ഏശാവിനെ നമുക്കറിയാം. അവന്റെ പേരിന്റെ അർത്ഥം, ഏശാവ് എന്നവന്റെ പേരിന് ഏദോം എന്ന ഒരു അർത്ഥം കൂടെ ഉണ്ട്, പേരും കൂടെ ഉണ്ട്. ആ ഏദോം എന്ന വാക്കിന്റെ അർത്ഥം ചുമപ്പ് അല്ലെങ്കിൽ ചുവന്നവൻ എന്നാണ്. അവന്റെ ത്വക്കിന്റെ നിറം ചുമപ്പായിരുന്നത് പോലെ തന്നെ ആ ചുമപ്പിനോട് അവന് പ്രത്യേക സ്നേഹം കൂടുതലാണ്. അതുകൊണ്ടാണ് അവൻ ഉണ്ടാക്കിയ പായസവും ചുവന്നതായിരുന്നു എന്ന് പറയുന്നത്. അവന്റെ ത്വക്കിന് നിറം ചുവപ്പാണ്, അവൻ ഉണ്ടാക്കിയ പായസവും ചുവപ്പാണ്. മാത്രമല്ല, ചുവന്ന പാറകളുള്ള ദേശമാണ്
അവൻ പാർക്കേണ്ടതിനായി തിരഞ്ഞെടുത്തത്. അപ്പോ ഏശാവിന്റെ മറുപേരാണ് ഏദോം. ഏദോം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു, ചുവപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അവൻ ചുവപ്പ് നിറമാണ് അവന്റെ ത്വക്കിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവൻ തന്റെ സഹോദരന് ജ്യേഷ്ഠാവകാശത്തിന് വിറ്റുകളഞ്ഞത്, അവൻ ഉണ്ടാക്കിയത് ചുവന്ന പായസമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജ്യേഷ്ഠാവകാശം കൊടുക്കാൻ വേണ്ടി യാക്കോബ് അവൻ ഉണ്ടാക്കി നൽകിയത് ചുവന്ന പായസമായിരുന്നു എന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നു. മാത്രമല്ല, അവൻ പാർക്കേണ്ടതിന് തിരഞ്ഞെടുത്തത് ചുവന്ന പാറകളുള്ള ഒരു സ്ഥലമാണ് അവൻ പാർക്കേണ്ടതിനായി തിരഞ്ഞെടുത്തത്. അപ്പൊ അവന്റെ പേര് പോലെ തന്നെ അവൻ ആ ചുവപ്പിനോട് ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ അവനുണ്ടായിരുന്നു. യാക്കോബ് 20 വർഷം ഹാരാനിൽ പാർത്ത സമയത്ത് ഏശാവ് സെയീർ ദേശത്ത് ചെന്ന് സ്ഥിരവാസം ഉറപ്പിച്ചു. പിന്നീട് തന്റെ മറുപേരിനോട് ചേർത്ത് കിഴുക്കാൻ തൂക്കായ ചുവന്ന പാറകളുള്ള സെയീർ ദേശം ഏദോം നാടെന്ന പേരിൽ അറിയപ്പെട്ടു. ഏകദേശം 100 മൈലോളം വിസ്തൃതിയുള്ള ദേശമായിരുന്നു ഇവർ പാർത്തത്. ഈ സ്ഥലത്തെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം, കാരണം വേറൊരു ഭാഗത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അത്ര തൽക്കാലം യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ അത്രയും ചരിത്രം മാത്രം നമ്മളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. അവർ പാർത്ത പട്ടണത്തിന്റെ പ്രത്യേകതകളൊക്കെ പുറകെ നമുക്ക് പഠിക്കാനായി വരുന്നുണ്ട്. ഏദോം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏദോം എന്ന പട്ടണത്തെ കുറിച്ചും ഏദോമിനെ കുറിച്ചും നമുക്ക് സവിസ്തരമായി പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് പശ്ചാത്തലത്തേക്ക് പോകാം. ഈ പുസ്തകം എഴുതാനുണ്ടായ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. പശ്ചാത്തലം ഓക്കെ. ഈ ഏദോം പട്ടണത്തിന് തലസ്ഥാനമായ സേല എന്നും ഒരു മിനിറ്റ് ഈ ഏദോം എന്ന പട്ടണത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു സേല എന്ന പട്ടണം. സേല ഏദോമിന്റെ തലസ്ഥാന നഗരമായിരുന്നു സേല. ഇതിന് പെട്ര എന്നും പേരുണ്ട്. ഏദോം എന്ന പട്ടണത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു സേല. ആ സേലയ്ക്ക് പെട്ര എന്നും പേരുണ്ട്. പെട്ര എന്ന വാക്കിന് പാറ എന്നാണ് അർത്ഥം. പാറ എന്നാണ് അർത്ഥം. ഈ പെട്ര നഗരം ചരിത്രത്തിലെ അത്ഭുത നഗരങ്ങളിൽ ഒന്നായിരുന്നു. ഈ സേല എന്ന അല്ലെങ്കിൽ പെട്ര എന്ന പേരുള്ള ഈ പട്ടണം ചരിത്ര സംഭവങ്ങളിൽ ഒരു അത്ഭുത സംഭവമാണ്. കാരണം എന്നറിയാമോ, ഈ പട്ടണം 99% നിലനിന്നിരുന്നത് കിഴുക്കാൻ തൂക്കറ പിളർപ്പുകളിലും കടുംതുക്കായ പാറയോടുമുണ്ട്. അവിടെയാണ് അവരുടെ പ്രധാന കെട്ടിടങ്ങളും എല്ലാം അവർ സ്ഥാപിച്ചിരുന്നത്. തീർച്ചയായിട്ടും 99% അവർ പാറപ്പിളർപ്പുകളിലും പാറയിൽ കടുത്തൂക്കായിരിക്കുന്ന പാറയിൽ കൊത്തിയുണ്ടാക്കിയ വീടുകളിലുമായിരുന്നു അവർ പാർത്തിരുന്നത്. അത് ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുത നഗരമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇവർക്ക് ഇത്ര നിഗളമുണ്ടാകാൻ ഈ ഏദോം അല്ലെങ്കിൽ ഈ സേല പട്ടണം അല്ലെങ്കിൽ ഈ പെട്ര എന്നു പേരുള്ള പട്ടണം
ഇത്ര നിഗളികളായി തീരുവാൻ, ദൈവിക സന്ദർശനത്തിന്, ദൈവിക ശാപത്തിന് കാരണമായി തീരാൻ കാരണം ഇവരെ ഒരു രാജ്യക്കാർക്കും ആക്രമിക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിക്കണേ, ഒരു രാജ്യക്കാർക്കും ഇവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്രമിക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? ഇവര് പട്ടണത്തിലേക്ക് കയറി ചെല്ലുന്ന വഴികളെല്ലാം തീരെ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമായ വഴികളാണ്. അവിടെ കഷ്ടിച്ച് 5 or 10 പേർക്ക് മാത്രമേ ഒരുമിച്ച് കയറി ചെല്ലുവാൻ കഴിയുള്ളൂ. അപ്പൊ ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഇവർക്ക് മുകളിൽ നിന്ന് 5 or 6 or 7 പേര് കയറി വരുന്ന ശത്രു സൈന്യത്തെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന കാരണം കൊണ്ട് ഇവർ സർവത്ര നിഗളികളായി തീർന്നു. ദൈവജനത്തെയും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരെയും നിഷ്കരണം ആക്രമിക്കുവാനും അവരെ കൊള്ളയിടുവാനും ശത്രുവിന്റെ ഭയമില്ല എന്ന് പറഞ്ഞ് നിഗളിച്ചു പാർക്കുന്ന ഒരു സമൂഹമായി ഈ ഏദോം പട്ടണം മാറി. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രക്ഷിക്കാൻ പാറപ്പിളർപ്പ് അവർക്ക് സഹായകരമായിരുന്നു എങ്കിലും ദൈവിക ന്യായവിധിയെ തടയുവാൻ ഈ പാറപ്പിളർപ്പുകൾക്ക് കഴിഞ്ഞില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? കൈക്കരുത്തുകൊണ്ടും ബന്ധുബലം കൊണ്ടും മിടുക്കുകൊണ്ടും പലപ്പോഴും ദൈവത്തെ മറന്നു ജീവിക്കുന്നവരോട് വചനം പഠിപ്പിക്കുന്ന ഈ പുസ്തകം തരുന്നൊരു വാണിംഗ് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കടുന്തൂക്കായിരിക്കുന്ന പാറകൾ പോലെ ഉറപ്പുള്ള ബന്ധങ്ങൾക്കോ നിങ്ങൾ കരുത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നിനും ദൈവിക ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ളതിനൊരു പ്രധാന പാഠമാണ് ഈ ഓബദ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം AD 70 ടൈറ്റസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ റോമൻ സൈന്യത്തിന്റെ ആക്രമണം ഈ ഏതോ പട്ടണത്തെ നിശേഷം നശിപ്പിച്ചു കളഞ്ഞു. ഏകദേശം AD 70 ടൈറ്റസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ റോമൻ സൈന്യം ഏതോ പട്ടണത്തെ നിശേഷം നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ 1-ാം അധ്യായം നമുക്ക് ഈ ഉപദേവന്റെ പുസ്തകം 18-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അന്ന് യാക്കോബ് ഗൃഹം തീയും ജോസഫ് ഗൃഹം ജ്വാലയും ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പുണ്ടാകുകയില്ല, യഹോവയല്ലോ അരുളിച്ചത്. 18-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ടൈറ്റസ് ചക്രവർത്തി ഒരു ശേഷിപ്പ് പോലും ഇല്ലാതെ ഈ ഏതോ പട്ടണത്തെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏകദേശം AD 70 ഈ പട്ടണം തകർക്കപ്പെട്ടു, ഉന്മൂലമാക്കപ്പെട്ടു എന്ന വാക്കാണ് ഇതിനോട് ചേർത്ത് പറയുവാൻ പറ്റുന്നത്. ഈ ഏദോമിനും ഇസ്രായേലിനും തമ്മിലുള്ള ശത്രുത അത് വളരെ ചെറിയ ഒരു കാലത്തെ ശത്രുതയല്ല. ഇവരുടെ പിതാക്കന്മാരുടെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഏശാവും യാക്കോബും അവരുടെ അമ്മയായ റിബേക്കയുടെ വയറ്റിലിരിക്കുമ്പോൾ, ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ മുതൽ തുടങ്ങിയ ഒരു ശത്രുതയാണ് ഈ ഏശാവും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത. അതിനുശേഷം ഏശാവ് വിശന്നപ്പോൾ ചുവന്ന പായസത്തിന് പകരമായി തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റുകളഞ്ഞു. അക്കാരണത്താൽ ഏശാവിനെ അല്ലെങ്കിൽ ഏതോ ചുവന്നവൻ എന്ന് വിളിക്കപ്പെട്ടതായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്.
പിന്നീട് ഇവർ ചാവുകടലിന് കിഴക്കുള്ള ചുവന്ന മണ്ണും പാറയും നിറഞ്ഞിരിക്കുന്ന സെയീരിലേക്ക് താമസം മാറി. 36-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 8-9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചാവുകടലിന് കിഴക്കുള്ള ചുവന്ന മണ്ണും ചുവന്ന പാറകളുമുള്ള സെയീരിലേക്ക് ഇവർ താമസം മാറി. ഇനി പായസം കൊടുത്തത് മാത്രമാണോ ശത്രുതയ്ക്ക് കാരണം? അല്ല. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇളയവനായ യാക്കോബ് ഇസഹാക്കിനെ വഞ്ചിച്ച് പിതാവിന്റെ അനുഗ്രഹം മുഴുവൻ വാങ്ങി. ഇല്ലേ? അപ്പനെ പറ്റിച്ച് എന്ത് ചെയ്തു? അനുഗ്രഹം മുഴുവൻ വാങ്ങി. എന്നിട്ട് ഇസഹാക്ക് എന്താ പറഞ്ഞത്? ഏശാവിനോട് പറഞ്ഞ വാക്ക് നമുക്ക് നല്ലവണ്ണം അറിയാം. നീ നിന്റെ സഹോദരനെ സേവിക്കും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് തുടങ്ങിയ, അപ്പോ ചുമന്ന പായസം കൊടുത്തത് മാത്രമല്ല, ഈ യാക്കോബ് പിതാവിനെ കബളിപ്പിച്ച് ഏശാവിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച ആ വൈരാഗ്യം കൂടെ ചേർത്തിട്ടാണ് തലമുറയായി ഇസ്രായേലും ഏദോമും തമ്മിലുള്ള യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഇനി സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ ഇസ്രായേൽ ജനം തലമുറകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, വൈരാഗ്യം തീർന്നില്ല എന്ന് തെളിവ് നമുക്ക് കാണാൻ പറ്റുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. എന്താണ്? ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക്, ഇസ്രായേലിലേക്ക് നടന്നു വരുമ്പോൾ ഏതോം പട്ടണത്തിൽ കൂടെ പോകുവാൻ ഒരു അനുവാദം ചോദിച്ചു ഏദോമിനോട്. സഹോദരങ്ങളല്ലേ, പട്ടണത്തിൽ കൂടെ ഒന്ന് പൊയ്ക്കൊള്ളട്ടെ, ഞങ്ങൾ വാഗ്ദത്ത നാട്ടിലേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ സംഖ്യാപുസ്തകം നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്, അനുവാദം കൊടുത്തില്ല. സ്വന്തം സഹോദരവർഗമാണ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ അവരെന്റെ സഹോദരങ്ങളാണ്, ഒന്ന് പാസ് ചെയ്ത് പൊയ്ക്കൊള്ളട്ടെ എന്ന് ഇവൻ എന്ത് ചെയ്തില്ല, ഒരു മനസ്സലിവുണ്ടായില്ല. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? ആവർത്തന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഏദോമ്യരെ വെറുക്കരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഏദോമ്യരെ എന്ത് ചെയ്യരുത്? വെറുക്കരുത്. ശത്രുക്കൾ ഇല്ലെന്നല്ല, ശത്രുക്കളുണ്ട്, പക്ഷെ അവരെ എന്ത് ചെയ്യരുത്? വെറുക്കരുത്. ഇത് തന്നെയല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ? ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നാ കർത്താവ് പറഞ്ഞേ. അവരെ വെറുക്കാനല്ല, അവരെ തള്ളിക്കളയാനല്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യാനല്ല. ഇസ്രായേലിന് പറഞ്ഞു, നിന്റെ സഹോദരനായ ഏശാവിനോട്, ഏദോമിനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പിണക്കമൊന്നും ഉണ്ടാകരുത്, നിങ്ങൾ അവരെ വെറുക്കരുതെന്ന് യഹോവ കൽപ്പിച്ചു. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. നിന്റെ ശത്രുക്കളെ വെറുക്കരുത്, അവരെന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 27, എഹെസ്കേൽ 35, ഇവിടൊക്കെ നമ്മൾ നോക്കുമ്പോ നൂറ്റാണ്ടുകളായി ഏദോമിന് ഇസ്രായേലിനോട് എന്നും ശത്രുതയായിരുന്നു. സഹോദരങ്ങളല്ലേ എന്ന് കരുതി ഇസ്രായേൽ അവരെ സ്നേഹിക്കുകയും അവരോട് യുദ്ധം ചെയ്യാതെ മാക്സിമം പുറകോട്ട് മാറാൻ നോക്കുമ്പോൾ ശക്തമായ വൈരാഗ്യത്തോടെയാണ് ഏദോം അവരോട് പെരുമാറിയിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശൗല്, ദാവീദ്, യോവാബ്, ശലോമോൻ എന്നീ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേലിന് ഏദോമിനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇവരുടെ കാലഘട്ടങ്ങളിലെല്ലാം തലമുറയായി ഈ ഏദോം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് ഏറ്റവും ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത വിഷമമായി പോയത്, അല്ലെങ്കിൽ കേൾക്കുന്നവർക്കും അനുഭവിച്ചവർക്കൊക്കെ കഠിനമായ വേദനയ്ക്ക് കാരണമായി തീർന്നത് ഏകദേശം BC 586 ബാബിലോൺ വന്ന്, ഇന്നത്തെ ഇറാഖ് വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു, കഠിനമായിട്ട് ആക്രമിച്ച സമയത്ത്
ഇസ്രായേലിലെ ഗ്രാമങ്ങളിലേക്ക് ഏദോം കയറി ചെന്ന് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കെട്ടി ബാബിലോണ്യർക്ക് അടിമകളാക്കി വിറ്റുകൊടുത്തു. അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അവരുടെ ആടുമാടുകളെയും അവർ തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. നോക്കണേ, ഒരു ശത്രുകാരിൽ നിന്ന് കയറി വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അയ്യോ അവരെന്റെ സഹോദരങ്ങളാണ് എന്ന് വിചാരിച്ച് അവർക്കൊരു കരുതൽ കൊടുക്കേണ്ടതിന് പകരം ഇസ്രായേലിലെ ഗ്രാമങ്ങളിലേക്ക് ഏദോമിനും കൂടെ കയറി ചെന്ന് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടിമകളായി വിൽക്കുകയും അവരുടെ ഗോശാലകൾ, നൂറുകണക്കിന് കന്നുകാലികൾ നിൽക്കുന്ന ഗോശാലകൾ അവർ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞവയെല്ലാം. അത് മാത്രമല്ല, പ്രായമാരെ പോലും ഒളിവിടങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ തേടിപ്പിടിച്ച് ഈ ബാബിലോണിയ സൈന്യത്തിനു മുമ്പിൽ കൊണ്ടു നിർത്തി. സ്വന്തം സഹോദരൻ എന്ന തോന്നൽ ഉണ്ടാകാതെ ഇസ്രായേലിന്റെ നാശത്തിനു വേണ്ടിയാണ് എപ്പോഴും ഈ ഏദോമ്യർ നിന്നിട്ടുള്ളത്. അതിനുശേഷം ഈ ഏദോമ്യർ അറബികളുമായി ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ, ഏതെങ്കിലും ശത്രുക്കൾ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നാൽ സഹോദരങ്ങളായ ഏശാവിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഏദോമ്യർ അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി മുൻപന്തി നിൽക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കൾ കയറി വന്ന് ഉന്മൂലമാക്കി കളഞ്ഞു. ഏകദേശം AD 70 റോമൻ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി. ആക്രമണമുണ്ടായപ്പോൾ റോമൻ സൈന്യം ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ആദ്യം തകർത്തത് ഈ ഏദോം എന്ന പട്ടണമാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ, ഒരു ചരിത്ര സ്മാരകം പോലും ശേഷിപ്പിക്കാത്ത രീതിയിൽ, ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് പാറയിൽ കൊത്തിയെടുത്ത വലിയ സ്തൂപങ്ങൾ, വലിയ സ്തംഭങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കാണേണ്ടതിന് പല രാജ്യക്കാരും അവിടെ ചെന്നിരുന്നു. ഈജിപ്തിലേക്ക് പോകുന്ന ഒരു വാണിജ്യ പാത ഏദോമിൽ ഉണ്ടായിരുന്നു. അപ്പൊ കച്ചവടത്തിന് പോകുന്നവരൊക്കെ അവിടെ വരികയും ഇതൊക്കെ കാണുമായിരുന്നു. പക്ഷേ റോമൻ സൈന്യത്തിന്റെ ആക്രമണത്തിന് ശേഷം ഒരു തരി പോലും അവിടെ ഇല്ലാതെ, കാണാൻ ഒന്നുമില്ലാതെ ഒരു കൽക്കുന്നാക്കി ദൈവം അവരെ തകർത്തു കളഞ്ഞു. ഇതാണ് നമുക്ക് ഏദോമിനെ കുറിച്ച് പറയുവാനുള്ളത്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു രൂപരേഖ നമുക്ക് എഴുതാം. രൂപരേഖ, ഒരു വിഷയ വിഭജനം എന്ന് വേണേ എഴുതിക്കും. വിഷയ വിഭജനം. ഒന്നാമത്തെ വാക്യം മുതൽ 9ാമത്തെ വാക്യം വരെ ഏദോമിന്റെ ശിക്ഷ. ഏദോമിന്റെ ശിക്ഷ 1 മുതൽ 9 വരെ ഏദോമിന്റെ ശിക്ഷ. ഇനി 10 മുതൽ 14 വരെ ഏദോമിന്റെ കുറ്റങ്ങൾ. 10 മുതൽ 14 വരെ ഏദോമിന്റെ കുറ്റങ്ങൾ. ഏദോമിന്റെ കുറ്റങ്ങൾ. 15, 16 വാക്യങ്ങൾ ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മേലുള്ള ന്യായവിധി. ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മേലുള്ള ന്യായവിധി. ഇനി 17 മുതൽ 21 വരെ ഇസ്രായേലിന്റെ
യഥാസ്ഥാപനം. ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. ഒന്നുകൂടെ പറയാം. 1 മുതൽ 9 വരെ ഏദോമിന്റെ ശിക്ഷ, 10 മുതൽ 14 വരെ ഏദോമിന്റെ കുറ്റങ്ങൾ, 15, 16 വാക്യങ്ങൾ ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മേലുള്ള ന്യായവിധി, 17 മുതൽ 21 വരെ ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തൊരു വിഷയവിഭജനം എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ താക്കോൽ വാക്യം ചെറിയ ടൈറ്റിൽ എഴുതിക്കോ. താക്കോൽ വാക്യങ്ങൾ 2 വാക്യങ്ങളാണുള്ളത്. ഒന്ന് 4-ാമത്തെ വാക്യവും 2 21-ാമത്തെ വാക്യവും. 4-ഉം 21-ഉം. എന്താണ് 4-ാമത്തെ വാക്യം? നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്തത് 21-ാമത്തെ വാക്യം. ഏശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷാകരന്മാർ സിയോനിൽ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്ക് ആകും. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന 2 സംഭവങ്ങൾ കൂടെയാണ് ഈ 4-ഉം 21-ഉം വാക്യങ്ങൾ കാണിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. നക്ഷത്രങ്ങൾക്കിടയിൽ നീ കൂടുകൂട്ടിയാലും എത്ര ഉയരങ്ങളിൽ പാർത്താലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. ഇത് ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് അന്ത്യകാലത്ത് എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടം പറയുമ്പോൾ ചാടിക്കൽ എവിടേക്ക് പോവുകയല്ല. ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്താ? ശ്രദ്ധിച്ചേ. ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്താ? ദൈവസഭയുടെ നമ്മുടെ സഭയെ ചേർക്കുവാൻ, ക്രിസ്തു സഭയെ ചേർക്കാൻ യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവാണ് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. സഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടമാണ്. അത് ആദ്യത്തെ 3.5 വർഷം യഹൂദിന് അനുകൂലമായി, സകലർക്കും പ്രീതിയുള്ളവനായി, സമാധാനം കൊണ്ടുവരുന്നവനായി എതിർ ക്രിസ്തു ഭരിക്കും. അതിനുശേഷം അവസാനത്തെ 3.5 വർഷം അവൻ പണിതു കൊടുക്കുന്ന യെരൂശലേം ദേവാലയത്തിനകത്ത് അവന്റെ ബിംബം നാട്ടുകയും യാഗങ്ങളിൽ, ആരാധനകളിൽ അവന്റെ അധികാരം ചെലുത്തുകയും ചെയ്യുകയും അവസാനത്തെ 3.5 വർഷം എതിർ ക്രിസ്തുവിന്റെ മഹാപീഡന കാലഘട്ടമാണ്. ആ കാലഘട്ടം അതിന്റെ അവസാന സമയങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു വലിയ യുദ്ധങ്ങളൊക്കെ നടക്കും. 3-ാം ലോക മഹായുദ്ധങ്ങളും ഒക്കെ നടക്കും. അതിനുശേഷമാണ് യേശു കർത്താവ് തന്റെ സഭയുമായി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നത്, പരസ്യമായി വരുന്നത്. ആ പരസ്യമായി വരവിന്റെ സമയത്ത് യേശു കർത്താവിന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല 2ആയി പിളരുമെന്നും ഒരു വലിയ താഴ്വര ഉണ്ടാകുമെന്നും ആ താഴ്വരയിൽ വെച്ചൊരു വലിയ യുദ്ധം നടക്കുമെന്നും ഒക്കെ നമുക്ക് പ്രവാചക പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിലും വെളിപ്പാടിലും കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പതിക്കും. ഉപഗ്രഹങ്ങൾ സൂര്യവികിരണത്തിൽ നിയന്ത്രണം തെറ്റി ഭൂമിയിലേക്ക് പതിക്കും. ഇങ്ങനെ ഭൂമിക്ക് വെളിയിൽ കൂടുകൂട്ടിയിരുന്ന സകല താവളങ്ങളും പൊളിയും. അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളും. ഇത് അങ്ങനെ ഒരു പ്രവചനം കൂടെ ഈ ഓബദ്യാവിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന ചരിത്രമനുസരിച്ചാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഈ ഏദോം എന്ന പട്ടണം. നമ്മൾ നേരത്തെ പഠിച്ചത്. ഒരു ശത്രുവിനും ഒരു വ്യക്തിക്കും ഞങ്ങളെ തകർക്കാൻ കഴിയത്തില്ല എന്നുള്ള ഹൂങ്കോടെ, അഹങ്കാരത്തോടെ ജീവിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ഏദോം പട്ടണം. ആ പട്ടണത്തെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, നീ കഴുകനെ പോലെ എത്ര ചിറകടിച്ചുയർന്നാലും, നീ എത്ര ഉയരത്തിൽ കൂടുകെട്ടി താമസിച്ചാലും,
അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കും. കാരണം എന്താ? നിന്റെ കരം എന്റെ ജനത്തിന് നേരെ അതികഠിനമായിരുന്നു. അപ്പോ നമ്മുടെ ശത്രു എത്ര പ്രബലനായിക്കൊള്ളട്ടെ, അവൻ നിസ്സാരമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത വലിയ വലിയ കോട്ടകൾ പണിതവൻ പാർത്തുകൊള്ളട്ടെ, സൈന്യങ്ങളുടെ നമുക്ക് അനുകൂലമായിട്ടുണ്ട് എങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, അവൻ എത്ര ഉന്നതനായിരുന്നാലും യഹോവയുടെ സന്ദർശനത്തിന്റെ കരം അവിടെ ചെല്ലുമെന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനായി ഉള്ളത്. ഇനി ഒരല്പസമയം കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഏദോം എന്ന ടൈറ്റിൽ എഴുതുക. ഏദോം എന്ന ടൈറ്റിൽ. ഏദോം. യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ സന്തതികളെയാണ് ഏദോമ്യർ എന്ന് വിളിച്ചിരുന്നത്. യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ സന്തതികളെയാണ് ഏദോമ്യർ എന്ന് വിളിച്ചിരുന്നത്. ഏശാവും അവന്റെ സന്തതികളും പാലസ്തീന് തെക്കുള്ള സെയീർ പർവ്വതത്തിലാണ് താമസിച്ചിരുന്നത്. പാലസ്തീന് തെക്കുള്ള സെയീർ പർവ്വതത്തിലാണ് താമസിച്ചത്. അവരുടെ തലസ്ഥാന നഗരമായിരുന്നു പെട്ര. നമ്മൾ നേരത്തെ പഠിച്ച പെട്ര. സെയീർ പർവ്വതത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അവർ തലസ്ഥാന നഗരിയായിരുന്നു എന്ത്? പെട്ര. സെയീറിലെ ഏറ്റവും ഉയർന്ന പാറകൾ നിറഞ്ഞ ഒരു മലയുടെ മുകളിലായിരുന്നു ഇവരുടെ പട്ടണം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ കടുംതൂക്കായിരിക്കുന്ന പാറയുടെ പിളർപ്പിലായിരുന്നു അവർ പാർത്തിരുന്നത്. ഈ പെട്ര എന്ന നഗരം പണിതിരുന്നത് പൂർണ്ണമായും പാറയിലാണ്. വീടുകളും അവരുടെ എല്ലാ സാധന സാമഗ്രികളും പാറയിലാണ് അവർ കൊത്തിയെടുത്തത്. അവരുടെ ക്ഷേത്രങ്ങൾ, അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ, ശവകുടീരങ്ങൾ എല്ലാം നിർമ്മിക്കപ്പെട്ടത് പാറകളിലായിരുന്നു. ഈ പട്ടണത്തിൽ അതിസമർത്ഥന്മാരായ ജ്ഞാനികളും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം 7-8 വാക്യങ്ങൾ പ്രകാരം അവർ ജ്ഞാനികളെ ദൈവം പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ര എന്ന ഈ നഗരത്തിൽ ആരുണ്ട്? ജ്ഞാനികളുണ്ട്. നല്ല നല്ല കരകൗശല പണിക്കാരുണ്ട്. തന്ത്രപരമായ വഴികൾ ഒരുക്കുവാൻ കഴിയുന്ന ജ്ഞാനികൾ അവിടെ ഉണ്ടായിരുന്നു. മൈലുകളോളം, കിലോമീറ്ററുകളോളം നീളമുള്ള ഇടനാഴിയിൽ കൂടെ വേണം ഈ പട്ടണത്തിലേക്ക് കയറി ചെല്ലാൻ. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടക്കാൻ കഴിയുന്ന ഇടനാഴികൾ കിലോമീറ്ററുകളോളം നീളത്തിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടെ നടന്നു വേണം ഈ പട്ടണത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ. അതുമാത്രമല്ല, ഇതിന്റെ ഇരുവശങ്ങളിലും കടുംതൂക്കുകളായ പാറക്കെട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ഈ പട്ടണത്തിലേക്ക് കയറി ചെല്ലുവാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ചരിത്രകാരൻ ഏദോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേൾക്കൂ. യോർദാൻ നദിക്ക് കിഴക്ക് മോവാബിന്റെ തെക്ക് തുടങ്ങി
അക്വാബ ഉൾക്കടൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു ദേശമായിരുന്നു ഏദോം. ഒന്നുകൂടെ പറയാം. യോർദാൻ നദിക്ക് കിഴക്ക്, മോവാബിന്റെ തെക്ക് തുടങ്ങി അക്വാബ ഉൾക്കടൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു പട്ടണം. ഏകദേശം 30 മൈൽ വീതിയും 100 മൈൽ ദൈർഘ്യവുമുള്ള ഒരു പട്ടണമായിരുന്നു ഈ ഏദോം പട്ടണം. ഇതിലെ പ്രധാന ഘടകമെന്ന് പറയുന്നത് സിറിയയിൽ നിന്ന് ഈജിപ്തിലേക്ക് കയറിപ്പോകാൻ ഒരു വാണിജ്യ പാത ഏദോമിലുണ്ടായിരുന്നു. സിറിയയിൽ നിന്ന് ഈജിപ്തിലേക്ക് കയറിപ്പോകാൻ ഒരു വാണിജ്യ പാത ഈ ഏദോമിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വാണിജ്യപരമായും കൃഷിപരമായും സൈനികപരമായും എല്ലാ രീതിയിലും ഉറപ്പും